CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ SBT ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്. കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വീട് കുത്തി തുറന്ന് മോഷ്ടിക്കുന്നതിനിടെ മോഷ്ടാവിനെ നാട്ടുകാർ പിടികൂടി. മണ്ണാർക്കാട് പയ്യനടത്താണ് സംഭവം. മോഷ്ടാവിനെ പിടികൂടുന്നതിനിടെ നാട്ടുകാർക്ക് പരിക്കേറ്റു. വാണിയംകുളം അങ്ങാടി രണ്ടിടത്ത് മോഷണം. കിഴക്കേത്തല മുരുകൻ കോവിലിലും സമീപത്തെ വീട്ടിലുമാണ് മോഷണം നടന്നത്. അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് ആവശ്യമായ സ്ഥിരം സംവിധാനം ഒരുക്കണമെന്ന് ET മുഹമ്മദ് ബഷീർ MP പാർലമെന്റിൽ ആവശ്യപ്പെട്ടു. സമാന്തര റെയിൽവേ മേൽപ്പാലം, ബൈപ്പാസ് നിർമ്മാണം ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യം. വാണിയംകുളം മാന്നന്നൂർ ഉരുക്കു തടയണയ്ക്ക് സമീപം ഭാരതപ്പുഴ വീണ്ടും ഗതിമാറുന്നു. കിഴക്കുഭാഗത്ത് തടയണയ്ക്ക് സമീപം സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം പൂർത്തിയായ ഭാഗത്തെ പിറകുവശത്തെ മണ്ണിടിഞ്ഞതോടെയാണ് പുഴ ഇതുവഴി ഗതിമാറി ഒഴുകുന്നത്. അൽപ്പറമ്പ് തെക്കേപ്പുറം തോട്ടക്കുന്ന് തെയ്യോട് ഭാഗത്ത് മതിൽ ഇടിഞ്ഞു വീണു. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിലാണ് മതിൽ തകർന്നത്. ആളപായമില്ല. വാണിയംകുളം മാന്നന്നൂർ ഉരുക്കു തടയണയ്ക്ക് സമീപം ഭാരതപ്പുഴ വീണ്ടും ഗതിമാറുന്നു. വീട് കുത്തി തുറന്ന് മോഷ്ടിക്കുന്നതിനിടെ മോഷ്ടാവിനെ നാട്ടുകാർ പിടികൂടി. മണ്ണാർക്കാട് പയ്യനടത്താണ് സംഭവം. മോഷ്ടാവിനെ പിടികൂടുന്നതിനിടെ നാട്ടുകാർക്ക് പരിക്കുപറ്റി. മണ്ണാർക്കാട് പയ്യനടം കുളർമുണ്ടയിലാണ് സംഭവം. 4 മോഷ്ടാക്കളിൽ ഒരാളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. മോഷ്ടാവിനെ പിടികൂടുന്നതിനിടെ ഇയാളുടെ ആക്രമണത്തിൽ നാട്ടുകാർക്ക് പരിക്കേറ്റു. പുലർച്ചെ 3:30 സംഭവം. ദിവസങ്ങളായി പയ്യനടം, കണ്ടമംഗലം ഈ ഭാഗത്തുകൂടെയൊക്കെ കള്ളന്മാരെ ശല്യമുണ്ട്, രൂക്ഷമാണ്. ഇന്ന് പുലർച്ചെ 3:30 മണിയോടുകൂടി എൻ്റെ തൊട്ട അയൽവാസിയായ ഷെഫീഖിൻ്റെ വീട്ടിൽ ഇതേപോലെ ഒരു കമ്പിപ്പാരയുമായിട്ട് കള്ളം വന്ന്. തൊട്ടപ്പുറത്തെ വീട്ടിൽ എൻ്റെ ഫ്രണ്ട് വിളിച്ച് എന്നെ രാത്രി കിടന്നുറങ്ങുമ്പോൾ വിളിച്ച്. അതേസമയം തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വീട് വളഞ്ഞ് കള്ളനെ കൈയോടെ പിടിച്ച് മൊത്തം 4 ആളുണ്ടായിരുന്നു. അവർ വന്നതൊരു ഡസ്റ്റർ വണ്ടിയിലാണ്. 2 പേര് പുറകുവശത്ത് ഇതിലൂടെ ഓടി. ഒരാളെ ഞങ്ങൾ പിടിച്ച് പോലീസിനെ വിളിച്ച് ഇവരറിയിച്ച്. അതേസമയം പോലീസ് എത്തി പ്രതിയെ കസ്റ്റഡിയെടുത്ത് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവന് ഞങ്ങൾ പിന്നാലെ ഓടിയപ്പോൾ വീണ് പരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ പോലീസുകാർ വന്ന് അവനെ കൊണ്ടുപോയി. 2 ആൾക്കാർ ഇതിനെ രക്ഷപ്പെട്ട്. ഞങ്ങൾ പിന്നാലെ കൂടിയെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയില്ല ആളെ. പിന്നെ ഒരു ഡസ്റ്റർ വണ്ടിയിലാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. ഡസ്റ്റർ വണ്ടി ഞങ്ങൾ പിന്നാലെ കൂടിയെങ്കിലും വണ്ടി എടുത്ത് അവർ പോയി. ഏതായാലും ഒരാളെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. ബാക്കി നടപടി എന്തായാലും പോലീസ് സ്വീകരിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്ന കുളർമണ്ട പാവക്കുന്നൽ ഷെഫീഖിന്റെ വീട്ടിലാണ് മോഷണ ശ്രമം നടന്നത്. ഷെഫീഖിന്റെ ഭാര്യയും കുട്ടികളും ബന്ധുവിന്റെ വീട്ടിലായിരുന്നു. വീടിന്റെ വാതിൽ പൊളിക്കുന്നതിനിടെ നാട്ടുകാർ വളഞ്ഞ് കള്ളനെ പിടികൂടുകയായിരുന്നുവെന്ന് പ്രദേശവാസി പറഞ്ഞു. എൻ്റെ മകൻ്റെ വീടാണിത്. 4 ആൾ കാറിൽ വന്നിട്ട് വീട് പൊളിച്ചാൻ നോക്കി. പൊളിച്ചിട്ട് അതിൽ ഒരുത്തനെ പിടുത്തം കിട്ടി. ഓനെ പോലീസ് കൊണ്ടുപോയിട്ടുണ്ട്. പോലീസ് കൊണ്ടുപോയി ഇവനെന്തോ മറ്റേ ചെറുക്കന്മാരെല്ലാം കൂടെ ആൾക്കാരെല്ലാം നാട്ടുകാരെല്ലാം കൂടെ കൂട്ടിയിട്ട് പിടിച്ചിട്ടുണ്ട്. രാത്രി 3 മണിക്കാണ്. 4 മണിയോടുകൂടെ ഞങ്ങൾ ഓനെ പിടിച്ച് കൈകാര്യം ചെയ്ത് മറ്റേ അവിടേക്ക് കൊണ്ടുപോയി. പോലീസ് കൊണ്ടുപോയി. 3 ആൾ ഓടിപ്പോയിട്ടുണ്ട്. ഒരുത്തൻ കാറ് കഴിച്ചിലായി. 2 ആൾ ചക്കര ഈ കോറി കൂടി കഴിച്ചിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ചോടി. എല്ലാ വീടുകളും ഈ മയത്ത് ഒരു വീശിച്ച് നടക്കുന്നുണ്ട്. ഇപ്പോൾ പിടിച്ചോൻ തിരുവനന്തപുരത്തുള്ളവരാണെന്ന് പറയുന്നുണ്ട്. ഓന് മറ്റുള്ളവരൊന്നും അറിയില്ല എന്നാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി വിശദമായിട്ടുള്ള വിവരങ്ങൾ ഇനി പോലീസുകാരോട് ചോദിച്ചിട്ട് പിന്നീട് പറഞ്ഞുതരാം. മോഷ്ടാവിനെ പിടികൂടുന്നതിനിടെ അയൽവാസികൾക്ക് പരിക്കുപറ്റി. കയ്യിൽ കരുതിയിരുന്ന കമ്പിപ്പാര കൊണ്ട് ഇയാൾ നാട്ടുകാരെ ആക്രമിക്കാനും ശ്രമിച്ചു. ഇതിനിടെ മോഷ്ടാവിനും പരിക്കേറ്റു. ഗ്ലൗസ്, കമ്പിപ്പാര, മുഖമൂടി എന്നിവ മോഷ്ടാവ് പ്രദേശത്ത് ഉപേക്ഷിച്ചിട്ടുണ്ട്. വാഹനത്തിലെത്തിയ 4 മോഷ്ടാക്കളിൽ 3 പേർ രക്ഷപ്പെട്ടു. പിടികൂടിയയാളെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും ഇയാൾ മലയാളിയാണെന്നും മണ്ണാർക്കാട് പോലീസ് അറിയിച്ചു. പയ്യനടം, അരിയൂർ, ആര്യമ്പാവ്, കണ്ടമംഗലം ഭാഗങ്ങളിൽ കള്ളന്മാരുടെ ശല്യമുണ്ടായിരുന്നു. CCN മണ്ണാർക്കാട്. വാണിയംകുളം അങ്ങാടിയിൽ 2 മോഷണം. കിഴക്കേത്തല മുരുകൻ കോവിലിലും സമീപത്തെ വീട്ടിലുമാണ് മോഷണം നടന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒറ്റപ്പാലം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു.
രാവിലെ ക്ഷേത്രപൂജാരി കോവിലിൽ എത്തിയപ്പോഴാണ് മോഷണം നടന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് നടന്ന പരിശോധനയിലാണ് സമീപത്തെ അടച്ചിട്ട വീട്ടിലും മോഷണ ശ്രമം നടന്നതായി മനസ്സിലായത്. ഇതിനെ തുടർന്ന് ഒറ്റപ്പാലം പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. അങ്ങാടിയിൽ അയ്യാസ്വാമിയുടെ വീടിന്റെ വാതിലിന്റെ പൂട്ട് പൊളിച്ച് ഉള്ളിൽ കടക്കുകയും അലമാര തുറക്കുകയും ചെയ്ത നിലയിലാണ്. വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിലായിരുന്നു. കുറച്ചു ദിവസമായി പൊള്ളാച്ചിയിലാണ് ഇവർ താമസിക്കുന്നത്. ഇവരുടെ വീട്ടിൽ സൂക്ഷിച്ച മുരുകൻ കോവിലിന്റെ മറ്റൊരു താക്കോലും നഷ്ടപ്പെട്ടിട്ടുണ്ട്. കോവിലിൽ ഉണ്ടായിരുന്ന 3 ചെറിയ ഭണ്ഡാരങ്ങളും ഒരു വലിയ ഭണ്ഡാരവും തകർത്ത നിലയിലാണ്. 15,000 രൂപയോളം നഷ്ടമുണ്ടായതായി ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒറ്റപ്പാലം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി അന്വേഷണം തുടങ്ങി. CCN ഒറ്റപ്പാലം. വാണിയംകുളം മാന്നന്നൂർ ഉരുക്ക് തടയണയ്ക്ക് സമീപം ഭാരതപ്പുഴ വീണ്ടും ഗതി മാറുന്നു. പുഴയുടെ കിഴക്കുഭാഗത്ത് തടയണയ്ക്ക് സമീപം സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം പൂർത്തിയായ ഭാഗത്തെ പിറകുവശത്തെ മണ്ണിടിഞ്ഞതോടെയാണ് പുഴ ഇതുവഴി ഗതിമാറി ഒഴുകുന്നത്. തടയണയുടെ കിഴക്കുഭാഗത്തും പടിഞ്ഞാറു ഭാഗത്തുമായി വലിയ മരങ്ങളും കടപുഴകി പുഴയിലേക്ക് വീഴുകയും ചെയ്തു. ഇതോടെ പുഴയുടെ പടിഞ്ഞാറു ഭാഗത്തെ തീരപ്രദേശങ്ങളും തകർത്താണ് ഇപ്പോഴത്തെ നീരൊഴുക്ക്. നിർമ്മാണത്തിനായി എത്തിച്ച യന്ത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ കരയിലെ പാടത്ത് മൺകൂനയ്ക്ക് മുകളിലാണ് വച്ചിരുന്നത്. പുഴ ഗതി മാറിയതോടെ ഈ മൺകൂനകൾ പുഴയിലേക്ക് ഇടിഞ്ഞു വീഴുകയാണ്. മണ്ണിടിച്ചിൽ വർദ്ധിച്ചതോടെ യന്ത്രങ്ങൾ താൽക്കാലികമായി മാറ്റുന്ന പണികൾ വൈകിട്ട് തുടങ്ങി. പുഴയുടെ ഗതിമാറ്റത്തിൽ കൂടുതൽ കൃഷിസ്ഥലങ്ങളും നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ വേനലിൽ പുഴ ഗതിമാറി ഒഴുകുന്ന ഭാഗത്ത് പണികൾ പുരോഗമിക്കുമ്പോഴായിരുന്നു വെള്ളം നിറഞ്ഞത്. ഇതോടെ നിർമ്മാണം പൂർത്തിയാകാത്ത ഭാഗത്തു കൂടി ശക്തിയായി വെള്ളം ഒഴുകുകയായിരുന്നു. തുടർന്ന് പുഴയിൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളും മറ്റു യന്ത്രങ്ങളുമെല്ലാം വളരെ കഷ്ടപ്പെട്ടായിരുന്നു തൊഴിലാളികൾ കരയ്ക്കു കയറ്റിയത്. സർവേ പൂർത്തിയായപ്പോൾ പ്രളയത്തിൽ പുഴയെടുത്ത സ്ഥലം ഉൾപ്പെടെ സ്ഥലങ്ങളുടെ അതിർത്തികൾ തരംതിരിച്ചിട്ടുണ്ട്. നഷ്ടപ്പെട്ട കർഷകരുടെ ഭൂമിയും ജലസേചന വകുപ്പിന്റെ ഭൂമിയും കണ്ടെത്തി കർഷകർക്ക് തരംതിരിച്ചു നൽകാനായി ഉപഗ്രഹ സർവേയും ടോട്ടൽ സ്റ്റേഷൻ സർവേയും ഉപയോഗിച്ചാണ് സർവേ നടത്തിയത്. എന്നാൽ പുഴയുടെ ഗതിമാറ്റത്തിൽ കൂടുതൽ കൃഷിസ്ഥലങ്ങളും തീരപ്രദേശങ്ങളും വീണ്ടും ഇടിഞ്ഞു നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. പി മമ്മിക്കുട്ടി MLA, വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ, ആരോഗ്യകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ P ഹരിദാസൻ, സുജിത് P രാജ് തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. CCN ഒറ്റപ്പാലം. ആലിപ്പറമ്പ് തെക്കേപ്പുറം കോട്ടക്കുന്ന് തെയ്യോട് ഭാഗത്ത് മതിലിടിഞ്ഞു വീണു. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിലാണ് മതിൽ തകർന്നത്. ആളപായമില്ല. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ 12-ാം വാർഡ് തെക്കേപ്പുറം കോട്ടക്കുന്ന് തെയ്യോട് ഭാഗത്ത് വട്ടോളി രായിന്റെ തോട്ടത്തിലെ മതിൽ ഇടിഞ്ഞാണ് അപകടം. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിലാണ് 8 മീറ്ററോളം വലിപ്പമുള്ള കൂറ്റൻ മതിലിടിഞ്ഞു വീണത്. 5 വർഷങ്ങൾക്ക് മുൻപ് 3 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച മതിലാണ് തകർന്നിരിക്കുന്നത്. അപകടത്തിൽ കൂറ്റൻ മതിലും സമീപത്തെ മണ്ണും ഇടിഞ്ഞിട്ടുണ്ട്. വലിയ ചെങ്കുത്തായ സ്ഥലമായതിനാൽ താഴെ ഇരുഭാഗങ്ങളിലായി നിരവധി വീടുകളുമുണ്ട്. അപകടം ഏതു സമയത്തും ഉണ്ടാകാവുന്ന അവസ്ഥയാണെന്ന് സമീപവാസികൾ പരാതിപ്പെട്ടു. ഞാനിവിടെ ഇതിപ്പോൾ കെട്ടിപ്പൊതിച്ച 8 മീറ്ററിൻ്റെ കൂടുതലാണ്. 8 മീറ്റർ ഇതില്ല. അത് 5 കൊല്ലം മുമ്പ് കെട്ടിയതാണ്. അന്ന് 3 ലക്ഷം ഉറുപ്പ്യന് ചിലവാണ്. അതാണ് ഇപ്പോൾ ഈ പൊളിഞ്ഞാടിയിട്ടുള്ളത്. ഇനി ഈ വെള്ളം മേലിൽ നിന്നുള്ള വെള്ളം കണ്ട് വരുന്നുണ്ട് കോടിയിൽ നിന്നുള്ള. ഇതൊക്കെ തന്നെ പറയാനുള്ളത്. ഇപ്പോൾ വേറെ ഇപ്പോൾ നമുക്കൊരു കഴിവൊന്നുമില്ല. ഇനി കെട്ടാനൊന്നും വരത്തില്ല. അതൊക്കെയാണ് നമ്മളെ പരിസ്ഥിതി. കോട്ടക്കുന്നിന് മുകളിലെ കല്ലെടുത്ത കോറികളിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെന്ന പരാതിയുമുണ്ട്. ബന്ധപ്പെട്ട അധികാരികൾ വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നാണ് ആവശ്യം. CCN പെരിന്തൽമണ്ണ. അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് ആവശ്യമായ സ്ഥിരം സംവിധാനം ഒരുക്കണമെന്ന് ET മുഹമ്മദ് ബഷീർ MP പാർലമെന്റിൽ ആവശ്യപ്പെട്ടു. സമാന്തര റെയിൽവേ മേൽപ്പാലം, ബൈപ്പാസ് നിർമ്മാണം ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു. Sir, the subject is very serious. I am not saying that it happened after the tenure of this minister. It is backlog is continuing like that. Sir, I quote from CAG report. Irregularity in reservation implementation. Reservation quota, the CAG has pointed out that Indian Railways has not effectively implemented the reservation quotas for SC, ST and OBC in various recruitment process. The report indicates that actual recruitment did not align with the mandated reservation percentage, leading to a significant underrepresentation of this group in the workforce. CCN പെരിന്തൽമണ്ണ. കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ കർക്കിടക വാവ് ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഏകദേശം 300ഓളം പേർക്ക് ഒരേ സമയം ചടങ്ങുകൾ നടത്താനുള്ള സൗകര്യം ഒരുക്കിയതായി ക്ഷേത്രം അധികൃതർ പറഞ്ഞു. പുഴയിൽ സുരക്ഷാ ക്രമീകരണവും സജ്ജമാണ്.
കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ കരിമ്പുഴ നിറഞ്ഞൊഴുകിയതിനാൽ ബലിതർപ്പണം നടക്കുന്ന ക്ഷേത്രക്കടവിൽ ആവശ്യമായ സുരക്ഷയൊരുക്കിയിട്ടുണ്ട്. വനിതകൾ ഉൾപ്പെടെയുള്ള പോലീസ് സംഘം സുരക്ഷയൊരുക്കും. അഗ്നിരക്ഷാ സേനാ വിഭാഗം, ദേവസ്വം വോളണ്ടിയർമാർ, ട്രോമ കെയർ വോളണ്ടിയർമാർ എന്നിവരുടെ സഹായമുണ്ടാകും. മഴ കൊള്ളാതെ ബലിയിടുന്നതിന് പന്തൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പോലീസ്, സുരക്ഷാ ജീവനക്കാർ എന്നിവർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും രാവിലെ പ്രഭാത ഭക്ഷണം ഉണ്ടാകുമെന്നും ശനിയാഴ്ച ക്ഷേത്രത്തിൽ ആനയൂട്ട് നടക്കുമെന്നും ക്ഷേത്രം അധികൃതർ പറഞ്ഞു. ഏകദേശം 5000-ഓളം ആൾക്കാരെ പ്രതീക്ഷിക്കുന്നുണ്ട് ഇവിടെ. അതുപോലെ തന്നെ 100-300 ആൾ ഒരേ സമയം നമുക്ക് ചെയ്തു പോകാനുള്ള സൗകര്യങ്ങൾ നമ്മളിവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ പോലീസുകാർ, ട്രോമ കെയർ വോളണ്ടിയേഴ്സ്, ആംബുലൻസ്, ഫയർഫോഴ്സ് എന്നിവരുടെയൊക്കെ എല്ലാ സഹകരണങ്ങളും ഇവിടെ ഉണ്ടാവും. ആൾക്കാർക്ക് വരുന്നവർക്ക് ഭക്തർക്ക് കൃത്യമായി കർമ്മം ചെയ്തു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെ അമ്പലത്തിൽ ഇനിയും വരുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് ശ്രാദ്ധ കൂട്ടുന്നതിന് ഈ പ്രാവശ്യം 2 വിഭാഗമായിട്ട് സംശയം പറയുന്നുണ്ട്. ഒന്ന് ശനിയാഴ്ചയും ഒന്ന് ഞായറാഴ്ചയായിട്ട്. ശരിക്ക് ശനിയാഴ്ചയാണ് ശ്രാദ്ധ ഈ വാവുബലി എന്നുള്ള കർമ്മം ചെയ്യേണ്ടത്. ആ ദിവസം പിറ്റേ ദിവസം വാവുണ്ടെങ്കിൽ കൂടി ശനിയാഴ്ചയാണ് ഊട്ടി ഉറങ്ങുക എന്നുള്ള രീതിയിൽ ഈ ശ്രാദ്ധ വാവുബലി ചെയ്യേണ്ടത്. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ മുഴുവൻ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുഴയിൽ വേണ്ട സജ്ജീകരണങ്ങൾ, ഒഴുക്കിനൊക്കെ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വലകെട്ടി എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. എല്ലാ സൗകര്യത്തോടുകൂടി നമുക്ക് ഇത്തവണയും ഭക്തർക്ക് എല്ലാവർക്കും കൃത്യമായി വാവുബലി സമർപ്പണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രഭാത ഭക്ഷണം രാവിലെ കൊടുക്കുന്നുണ്ട്. ഇന്നേ ദിവസം തന്നെ രാവിലെ 9 മണിക്ക് ശേഷം ആനയൂട്ട് നടക്കുന്നുണ്ട് ഇവിടെ. CCN കടമ്പഴിപ്പുറം. ചെർപ്പുളശ്ശേരി ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സംഗീത വിരുന്നൊരുക്കി പ്രശസ്ത മലയാളം റാപ്പർമാരായ വേടനും ഗബ്രിയും. ആഹാ ആർമാദം എന്ന പേരിൽ ഫൈൻ ആർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഒരുക്കിയ കൾച്ചറൽ ഫെസ്റ്റിന്റെ ഭാഗമായാണ് സംഗീത പരിപാടി അരങ്ങേറിയത്. പുതിയ കാല സംഗീതത്തിൽ വേറിട്ട ചലനം സൃഷ്ടിച്ചുകൊണ്ട് പുതുതലമുറയുടെ ആവശ്യമായി മാറിയവരാണ് വേടനും ഗബ്രിയും. അതിനാൽ ഇരുവരുടെയും സംഗീത വിരുന്ന് വിദ്യാർത്ഥികളിൽ വലിയ ആവേശം തീർത്തു. പരിപാടിയുടെ ഉദ്ഘാടനം ഐഡിയൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സൈനുൽ ആബിദീൻ നിർവഹിച്ചു. ഐഡിയൽ ക്യാമ്പസ് ഓഫ് എഡ്യൂക്കേഷൻ അക്കാദമിക് കോർഡിനേറ്റർ മുഹമ്മദ് ഉനൈസ് അധ്യക്ഷത വഹിച്ചു. ഐഡിയൽ മാനേജർ അബ്ദുൽ മജീദ് മന്നിശ്ശേരി മുഖ്യാതിഥിയായി. BBA ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ശ്രീനിത്യ സ്വാഗതം പറഞ്ഞു. കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ വിപിൻ രാജ് ആശംസയർപ്പിച്ചു. സോഷ്യൽ വർക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ഫെമിൽ പി നന്ദിയും പറഞ്ഞു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിലുള്ള വിദ്യാർത്ഥികൾക്കായി മുണ്ടൂർ യുവക്ഷേത്ര കോളേജ് സംഘടിപ്പിച്ച ഇന്റർ കോളേജിയേറ്റ് ക്യൂസ് മത്സരത്തിൽ 1ഉം 2ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ ഐഡിയൽ കോളേജ് വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. പരിപാടിയുടെ ഔദ്യോഗിക ചടങ്ങുകൾക്ക് ശേഷം വിദ്യാർത്ഥികളുടെ റാമ്പ് വാക്ക് മത്സരവും വിവിധ കൾച്ചറൽ പ്രോഗ്രാമുകളും അരങ്ങേറി. CCN ചെർപ്പുളശ്ശേരി. വീടിന്റെ മുറ്റത്ത് നിന്നും മൂർഖൻ പാമ്പിനെ പിടികൂടി. ചത്തല്ലൂർ തെക്കുമുറി ഐനിക്കുഴിയിൽ സ്വാമിനാഥന്റെ വീട്ടിൽ നിന്നാണ് 6 അടിയോളം വലിപ്പമുള്ള പാമ്പിനെ പിടികൂടിയത്. ഒന്ന് കൂടാക്കി കൊടുക്കും. 6 അടിയോളം നീളമുള്ള മൂർഖൻ പാമ്പിനെ ചത്തല്ലൂർ സ്വദേശിയായ പാമ്പ് പിടുത്തക്കാരൻ ബിനീഷാണ് പിടികൂടിയത്. വ്യാഴാഴ്ച വൈകിട്ടാണ് സംഭവം. വീടിന്റെ ഒരു ഭാഗത്ത് നിരവധി പക്ഷികളും പ്രാവുകളും കോഴികളുമുണ്ട്. ഇവയെ തേടിയെത്തിയതാണ് മൂർഖൻ പാമ്പ് എന്നാണ് വീട്ടുകാരുടെ നിഗമനം. ഇവിടെ ബേർഡുകളൊക്കെ ഉണ്ടെന്നറിയാം. അപ്പോൾ
പ്രാവൻകൂട്ടിലേക്ക് വന്നതാണ് പ്രാവിനെ പിടിക്കാൻ വേണ്ടിയിട്ട്. കോബ്രയാണ്. പാമ്പിനെ ഫോറസ്റ്റ് അധികൃതർക്ക് കൈമാറി. CCN ചത്തല്ലൂർ. ഹരിതസേന പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനും ഹരിതസേനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് യൂത്ത് മീറ്റ് ഹരിതസേന എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി S ജയപ്രകാശ്, അസിസ്റ്റന്റ് സെക്രട്ടറി സാജിദ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സുമതി, C ഹരിദാസൻ എന്നിവർ സംസാരിച്ചു. യുവജന സംഘടനകൾ, യുവജന ക്ലബ്ബുകൾ, വിദ്യാർത്ഥിനികൾ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് നടന്ന സംവാദത്തിൽ സംശയങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും ഹെൽത്ത് ഇൻസ്പെക്ടർ ഷംന, VOമാരായ സനോജ്, അംബിക, ഹരിതസേനാംഗങ്ങളായ സരിത, സത്യഭാമ എന്നിവർ മറുപടി നൽകി. ജനപ്രതിനിധികളായ MK പ്രദീപ്, KK ലിനി, രാജശ്രീ എന്നിവരും CDS ചെയർപേഴ്സൺ സൗമ്യ സുജിത് എന്നിവരും സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. കരിമ്പുഴ കൃഷിഭവന്റെ നവീകരിച്ച ഓഫീസ് പ്രസിഡന്റ് KM ഹനീഫ ഉദ്ഘാടനം ചെയ്തു. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2.5 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഓഫീസ് നവീകരിച്ചത്. അപ്പോൾ കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് 23-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2.5 ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിച്ച കൃഷിഭവൻ ഓഫീസിന്റെ ഉദ്ഘാടനമാണ് നടക്കുന്നത്. വളരെ നന്നായി രൂപത്തിൽ അത് ചെയ്യാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എല്ലാ കർഷകരെയും ജനപ്രതിനിധികളെയും എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ഒക്കെ ചെയ്തതൊക്കെ ഞാൻ തന്നെ ചെയ്യുന്നത് ഒക്കെ ഞാൻ തന്നെ മുറിക്കട്ടെ. പ്രസിഡന്റ് KM ഹനീഫ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് N സാജിറ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ KK ഷൗക്കത്ത്, K അനസ്, സമീറ സലീം, മുൻ പ്രസിഡന്റ് ഉമ്മർ കുന്നത്ത്, M മോഹനൻ, C വിജിത, C ചാമി, സെക്രട്ടറി M സന്തോഷ് കുമാർ, കൃഷി ഓഫീസർ തേജസ് ജോർജ് എന്നിവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. മലപ്പുറം നഗരസഭ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച EK ജാസിർ സത്യപ്രതിജ്ഞ ചെയ്ത് കൗൺസിലറായി ചുമതലയേറ്റു. നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി ജാസിറിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. EK ജാസിർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടെയും. മുൻ കൗൺസിലർ സിദ്ദിഖ് നൂറേങ്ങലിന്റെ നിര്യാണത്തെ തുടർന്നാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. തിരഞ്ഞെടുപ്പിൽ 716 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ജാസിർ ഇവിടെ നിന്നും വിജയിച്ചത്. ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് O സഹദേവൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PK സക്കീർ ഹുസൈൻ, മറിയുമ ഷെരീഫ് എന്നിവരും സംബന്ധിച്ചു. CCN മലപ്പുറം. മലപ്പുറം നഗരസഭ വാർഷിക പദ്ധതി ഭേദഗതി വരുത്തുന്നതിനായി വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. യോഗം ചെയർമാൻ മുജീബ് കാടേരി ഉദ്ഘാടനം ചെയ്തു. അടിയന്തരമായി പൂർത്തീകരിക്കേണ്ട പദ്ധതികളാണ് ഭേദഗതി വരുത്തി തുടർ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചത്. ചടങ്ങിൽ വികസനകാര്യ സ്ഥിരസമിതി ചെയർമാൻ PK സക്കീർ ഹുസൈൻ അധ്യക്ഷനായിരുന്നു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഫൗസിയ കുഞ്ഞിപ്പൂ, പ്രതിപക്ഷ നേതാവ് O സഹദേവൻ, മുനിസിപ്പൽ സെക്രട്ടറി KP ഹസീന എന്നിവരും സംബന്ധിച്ചു. CCN മലപ്പുറം. വാണിയംകുളം ചോറോട്ടൂർ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ 4ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് ഞായറാഴ്ച തുടക്കമാകും. ഓഗസ്റ്റ് 11-നാണ് സമാപനം. ഞായറാഴ്ച വൈകിട്ട് 4-ന് നവീകരിച്ച അഗ്രശാല സമർപ്പണം മലബാർ ദേവസ്വം ബോർഡ് ചെയർമാൻ MR മുരളി ഉദ്ഘാടനം ചെയ്യും. 10 ലക്ഷം രൂപ ചിലവഴിച്ചാണ് അഗ്രശാല നവീകരിച്ചത്. പാരമ്പര്യ ട്രസ്റ്റി PM നാരായണൻ നമ്പൂതിരി അധ്യക്ഷനാകും. ക്ഷേത്രം തന്ത്രി മുണ്ടനാട്ടുമന പ്രമോദ് നമ്പൂതിരിപ്പാട് മുഖ്യാതിഥിയാകും. തുടർന്ന് കിഴക്കേടം ഹരിനാരായണ നമ്പൂതിരി യജ്ഞാചാര്യനായിട്ടുള്ള ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമാവും. എല്ലാ ദിവസവും 7 മുതൽ 8:30 വരെയും 9:15 മുതൽ പകൽ 1 മണി വരെയും പകൽ 2 മണി മുതൽ 4 മണി വരെയും വൈകിട്ട് 4:30 മുതൽ 6:15 വരെയുമാണ് ശ്രീമദ് ഭാഗവത പാരായണവും പ്രഭാഷണവും നടക്കുക. ട്രസ്റ്റി ബോർഡ് ചെയർമാൻ C മോഹൻദാസ്, പാരമ്പര്യ ട്രസ്റ്റി PM നാരായണ നമ്പൂതിരിപ്പാട്, ട്രസ്റ്റിമാരായ N സേതുമാധവൻ, E ദേവദാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വീട് കുത്തി തുറന്ന് മോഷ്ടിക്കുന്നതിനിടെ മോഷ്ടാവിനെ നാട്ടുകാർ പിടികൂടി. മണ്ണാർക്കാട് പയ്യനടത്താണ് സംഭവം. മോഷ്ടാവിനെ പിടികൂടുന്നതിനിടെ നാട്ടുകാർക്ക് പരിക്കേറ്റു. വാണിയംകുളം അങ്ങാടി 2 മോഷണം. കിഴക്കേത്തല മുരുകൻ കോവയിലും സമീപത്തെ വീട്ടിലുമാണ് മോഷണം നടന്നത്. അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് ആവശ്യമായ സ്ഥിരം സംവിധാനം ഒരുക്കണമെന്ന് ET മുഹമ്മദ് ബഷീർ MP പാർലമെന്റിൽ ആവശ്യപ്പെട്ടു. സമാന്തര റെയിൽവേ മേൽപ്പാലം, ബൈപ്പാസ് നിർമ്മാണം ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യം.
വാണിയംകുളം മാന്നന്നൂർ ഉരുക്കുതടയണയ്ക്ക് സമീപം ഭാരതപ്പുഴ വീണ്ടും ഗതി മാറുന്നു. കിഴക്കുഭാഗത്ത് തടയണയ്ക്ക് സമീപം സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം പൂർത്തിയായ ഭാഗത്തെ പിറകുവശത്തെ മണ്ണിടിഞ്ഞതോടെയാണ് പുഴ ഇതുവഴി ഗതി മാറി ഒഴുകുന്നത്. അൽപ്പറമ്പ് തെക്കേപ്പുറം തോട്ടക്കുന്ന് തെയ്യോട് ഭാഗത്ത് മതിലിടിഞ്ഞു വീണു. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിലാണ് മതിൽ തകർന്നത്. ആളപായമില്ല. വാണിയംകുളം മാന്നന്നൂർ ഉരുക്കുതടയണയ്ക്ക് സമീപം ഭാരതപ്പുഴ വീണ്ടും ഗതി മാറുന്നു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ SBT ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്. കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.